ഹായ് ഹലോ എവ്രിവൺ FIUGP മൈനർ മാത്സിലെ മെട്രിക്സ് ആൾജിബ്ര എന്ന ചാപ്റ്ററിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫസ്റ്റ് ഓഫ് ഓൾ മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റെക്റ്റാങ്കുലർ അറേ ഓഫ് നമ്പേഴ്സ് അല്ലെങ്കിൽ ഫംഗ്ഷൻസിനെയാണ് നമ്മൾ മെട്രിക്സ് എന്ന് വിളിക്കുന്നത്. അതിനൊരു എക്സാമ്പിളാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇതിൽ ഹൊറിസോണ്ടലി കൊടുത്തിരിക്കുന്ന എലമെൻസിനെ നമ്മൾ റോ എന്നും വെർട്ടിക്കലി കൊടുത്തിരിക്കുന്നതിനെ നമ്മൾ കോളം എന്നുമാണ് വിളിക്കുന്നത്. അതുപോലെ ഡയഗണലി കൊടുത്തിരിക്കുന്നത് ഫസ്റ്റ് എലമെൻറ്റ് ടു ലാസ്റ്റ് എലമെൻറ്റിലേക്ക് നമ്മൾ ഡയഗണലി ഒരു ലൈൻ വരയ്ക്കുകയാണെങ്കിൽ അതിലുൾപ്പെടുന്ന എലമെൻസിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മെയിൻ ഡയഗണൽ എലമെൻറ്റ്സ് എന്ന് വിളിക്കുന്നത്. പിന്നീട് പറയുന്നത് അതിൻ്റെ ഓർഡറാണ്. ഓർഡർ എന്ന് പറയുമ്പോൾ M/N ആണ് ഇതിൻ്റെ ഓർഡറായിട്ട് വരുന്നത്. M എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് റോയും അതുപോലെ N എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് കോളമാണ് വരുന്നത്. നമ്മൾ റീഡ് ചെയ്യുന്നത് M/N എന്നാണ്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഈക്വാലിറ്റി ഓഫ് മെട്രിക്സ് ആണ്. രണ്ട് മെട്രിക്സ് തമ്മിൽ ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഓർഡർ ആയാലും എലമെൻറ്റ്സ് ആയാലും രണ്ടും ഈക്വൽ ആയിരിക്കണം. ഇതിൽ ഫസ്റ്റ് കൊടുത്തിരിക്കുന്ന എക്സാമ്പിളിൽ എലമെൻറ്റ്സ് എല്ലാം ഈക്വൽ ആണ്, ബട്ട് അതിൻ്റെ ഓർഡർ വ്യത്യാസം വരുന്നുണ്ട്. സെക്കൻഡ് വണ്ണിലാണെങ്കിൽ അതിൻ്റെ എലമെൻറ്റ്സ് വ്യത്യാസം വരുന്നുണ്ട്. അങ്ങനെ ആകുമ്പോൾ അത് ഈക്വൽ ആവില്ല. അതിൻ്റെ എലമെൻറ്റ്സും ഓർഡറും എല്ലാം സെയിം ആണെങ്കിലേ നമുക്ക് മെട്രിക്സ് ഈക്വൽ ആണെന്ന് പറയാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്, അതായത് ഡിറ്റർമൈൻ ദ വാല്യൂസ് ഓഫ് x and y ഫോർ വിച്ച് ദ മെട്രിക്സസ് ആർ ഈക്വൽ. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് തമ്മിൽ ഇക്വേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇതിൽ 1 അത് ഈക്വൽ ആണ്. നെക്സ്റ്റ് വരുന്നത് എക്സും y-2 ആണ്. അപ്പോൾ നമ്മൾ x = y-2 എന്ന് കൊടുത്തു. അതിന് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? x - y = -2. അതായത് എക്സും വൈയും ഒരു സൈഡിൽ വെച്ചിട്ട് അങ്ങനെ ആക്കിയിട്ട് = കൊടുത്തിട്ട് നമ്മൾ എഴുതാൻ പറ്റും. അത് ഇക്വേഷൻ നമ്പർ 1 ആക്കിയിട്ട് എടുത്തു. നെക്സ്റ്റ് നമ്മൾ തേർഡ് എലമെൻറ്റ്സ് ആയിട്ടുള്ള വൈയും 3x - 2 തമ്മിൽ ഇക്വേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? എക്സും വൈയും ഒരു സൈഡിൽ വെക്കുകയാണെങ്കിൽ -3x + y = -2 എന്ന് പറയുന്ന ഇക്വേഷൻ കിട്ടും. അതാണ് ഇക്വേഷൻ നമ്പർ 2. ഇനി ഇക്വേഷൻ നമ്പർ 1 + ഇക്വേഷൻ നമ്പർ 2 ചെയ്യുന്ന സമയത്ത് നമുക്ക് -2x = -4 എന്ന് പറയുന്ന ഒരു ആൻസർ കിട്ടും. ഇതിൽ നിന്ന് നമുക്ക് x എന്ന് പറയുന്നത് x = -4/-2 which is equal to 2 എന്ന് പറയുന്ന ആൻസർ കിട്ടും. അപ്പോൾ നമുക്ക് x കിട്ടി 2 ആണെന്ന്. അതിൽ നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? y കണ്ടുപിടിക്കണം. അതായത് ഇക്വേഷൻ നമ്പർ 1ലോ 2ലോ എക്സിൻ്റെ വാല്യൂ ഇട്ട് കൊടുക്കുക. ഇവിടെ ഞാൻ ഇക്വേഷൻ നമ്പർ 1ലാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതായത് x - y = -2ൽ 2 ഇട്ട് കൊടുത്തു. അതായത് 2 - y = -2. അതിൽ നിന്ന് നമ്മൾ ഇക്വേറ്റ് ചെയ്ത് വരുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? y = 4 എന്ന് പറയുന്ന ആൻസർ കിട്ടും. ഈ രണ്ട് മെട്രിക്സും ഈക്വൽ ആണെന്ന് മനസ്സിലായല്ലേ? അതായത് x 2 ആണ്, y - 2 2 ആണ്, y 4 ആണ്, 3x - 2 4 ആണ്. വേറൊരു ക്വസ്റ്റ്യൻ കൊടുത്തിരിക്കുന്നുണ്ട്. അത് നേരത്തെ ചെയ്ത പോലെ അത്ര കോംപ്ലിക്കേറ്റഡ് അല്ല. അതായത് ഇക്വേഷൻ നമ്പർ 1ഉം 2ഉം ഒന്നുമില്ല. ജസ്റ്റ് സിംപ്ലി എന്ത് ചെയ്യുക? കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് തമ്മിൽ ഇക്വേറ്റ് ചെയ്തിരിക്കുന്നതാണ് കൊടുത്തിരിക്കുന്നത്. അത് ജസ്റ്റ് നോക്കിയാൽ തന്നെ മനസ്സിലാവും അല്ലേ? x² = 9 ആണെങ്കിൽ x എന്തായിരിക്കും? √9 ആയിരിക്കും. അങ്ങനെയാണ് അതിൻ്റെ വാല്യൂ, എക്സിൻ്റെ വാല്യൂ കിട്ടി. ദെൻ y = 4x ആണ്. അപ്പോൾ 4 × 3 x നമുക്ക് ഓൾറെഡി കിട്ടിയതാണ്. അത് അതിലേക്ക് ഇട്ട് കൊടുത്തു. അപ്പോൾ അതിൽ +3 വരുന്നുണ്ട്, -3 വരുന്നുണ്ട്, +12 വരുന്നുണ്ട്, -12 വരുന്നുണ്ട്. അത്രയേ ഉള്ളൂ അതിൽ വരുന്ന വ്യത്യാസം. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്, സ്റ്റേറ്റ് ദ സൈസ് ഓഫ് ഗിവൺ മെട്രിക്സ് എന്ന്. സൈസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഓർഡർ തന്നെയാണ്. ഓക്കെ, ഫസ്റ്റ് 1 എന്ന് പറയുമ്പോൾ അതിൻ്റെ ഓർഡർ അല്ലെങ്കിൽ സൈസ് എന്ന് പറയുന്നത് 2/4 ആണ്. 2 എന്ന് പറയുന്നത് അതിൻ്റെ നമ്പർ ഓഫ് റോസും 4 എന്ന് പറയുന്നത് അതിൻ്റെ നമ്പർ ഓഫ് കോളംസും ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സിമ്പിളാണ്. അതുപോലത്തെ എക്സാമ്പിൾസ് ആണ് ആ പേജ് മൊത്തം കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് പറയുന്നത് മെട്രിക്സ് അഡീഷൻ ആൻഡ് സ്കെയിലർ മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഒരു എ എന്ന് പറയുന്ന മെട്രിക്സ് കൊടുത്തിട്ടുണ്ട്, ബി എന്ന് പറയുന്ന മെട്രിക്സ് കൊടുത്തിട്ടുണ്ട്. അത് തമ്മിൽ ആഡ് ചെയ്യാൻ പറ്റും. കാരണം എന്താണ്? അതിൽ രണ്ടിൻ്റെയും ഓർഡർ സെയിം ആണ്. അതുകൊണ്ട് നമുക്കത് പരസ്പരം ആഡ് ചെയ്യാൻ പറ്റും. അഡീഷൻ എന്ന് പറയുമ്പോൾ മെട്രിക്സിൽ വളരെ സിമ്പിളാണ്. അതായത് കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് തമ്മിൽ ജസ്റ്റ് ആഡ് ചെയ്താൽ മതി. ഇവിടെ 2 + 4 ആണ് ഫസ്റ്റ് എലമെൻറ്റ്. സെക്കൻഡ് എലമെൻറ്റ് എന്ന് പറയുമ്പോൾ -1 + 7. അങ്ങനെ കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇതിൻ്റെ കൂട്ടത്തിൽ വേറെ ക്വസ്റ്റ്യനും കൂടി കൊടുത്തിട്ടുണ്ട്. 2a കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതെന്ന് പറയുന്നത് a + bൻ്റെ കൂടെയല്ല നമ്മൾ × 2 ചെയ്യേണ്ടത്. നമുക്ക് തന്നിരിക്കുന്ന മെട്രിക്സ് എൻ്റെ കൂടെയാണ് നമ്മൾ × 2 ചെയ്യേണ്ടത്. അതൊക്കെ വരുന്ന മിസ്റ്റേക്സ് ആണ് കേട്ടോ. എന്തിൻ്റെ കൂടെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ കൺഫ്യൂഷൻസ് വരാറുണ്ട് കുട്ടികൾക്ക്. ഇതെന്ന് പറയുന്നത് a എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ കൂടെയാണ് നമ്മൾ എന്ത് ചെയ്തത്? × 2 ചെയ്യുന്നത്. അതാണ് 2a എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു എ എന്ന് പറയുന്ന മെട്രിക്സ് തന്നിട്ടുണ്ട്, ബി എന്ന് പറയുന്ന ഒരു മെട്രിക്സും തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 2a - 3b ആണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് നമ്മൾ 2a കണ്ടുവയ്ക്കുക. അതായത് മെട്രിക്സ് എൻ്റെ കൂടെ × 2 ചെയ്ത് വയ്ക്കുക. അതിനുശേഷം 3b കണ്ടുവയ്ക്കുക. മെട്രിക്സ് ബിൻ്റെ കൂടെ 3 × ചെയ്ത് വയ്ക്കുക. ശേഷം നമ്മൾ എന്ത് ചെയ്യുക? ഈ കിട്ടിയ 2a - 3b ചെയ്യുക.
ഇതും കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് തമ്മിൽ സബ്സ്ട്രാക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആൻസർ കിട്ടും. നെക്സ്റ്റ് പറയുന്നത് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ പോസിബിൾ ആണെന്നുണ്ടെങ്കിൽ ആദ്യം ഫസ്റ്റ് മെട്രിക്സിൻ്റെ കോളം നമ്പർ ഓഫ് കോളമും അതുപോലെ സെക്കൻഡ് മെട്രിക്സിൻ്റെ നമ്പർ ഓഫ് റോസും ഈക്വൽ ആയിരിക്കണം. എന്നാലേ അവിടെ മൾട്ടിപ്ലിക്കേഷൻ പോസിബിൾ ആവുള്ളൂ. അതുപോലെ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് ഫസ്റ്റ് മെട്രിക്സിൻ്റെ റോ ഇൻറ്റു സെക്കൻഡ് മെട്രിക്സിൻ്റെ കോളം. ഞാൻ അതിൽ ഒരു പെൻസിൽ വെച്ചിട്ട് വരച്ചിട്ടുണ്ട്, മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, 4 × 9 + 7 × 6. ഓക്കെ, അതാണ് ഫസ്റ്റ് എലമെൻ്റ് ആയിട്ട് വരുന്നത്. ദെൻ 3 × 9 + 5 × 6. അതുപോലെ 4 × -2 + 7 × 8. ഫോർത്ത് എലമെൻ്റ് ആയിട്ട് വരുന്നത് 3 × -2 + 5 × 8 ആണ്. ഇപ്പം നമ്മൾ A × B ചെയ്തു, അതിനിപ്പോൾ B × A ആണ് ഇപ്പോൾ ഈ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, നമ്മൾ ജസ്റ്റ് B ആദ്യം കൊടുത്തിട്ട് A രണ്ടാമത് കൊടുത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ നമുക്ക് മനസ്സിലായി എന്ത് AB ≠ BA ആണ്, ഇത് കമ്മ്യൂട്ടേറ്റീവ് അല്ല എന്ന് മനസ്സിലായി. ഇനി നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്പർ ഓഫ് കോളംസും അതുപോലെ സെക്കൻഡ് B മെട്രിക്സിലെ നമ്പർ ഓഫ് റോസും ഈക്വൽ ആണ്. സോ അവിടെ മൾട്ടിപ്ലിക്കേഷൻ പോസിബിൾ ആണ്. അതുപോലെ നമ്മൾ എന്താ ചെയ്തത്, ഫസ്റ്റ് മെട്രിക്സിൻ്റെ റോയും ഇൻറ്റു സെക്കൻഡ് മെട്രിക്സിൻ്റെ കോളം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തു. പക്ഷേ നിങ്ങൾ നോക്കിയേ, ഇതിൽ A² കാണാൻ പറ്റുന്നുണ്ടോ? ഇതിൽ ഫസ്റ്റ് മെട്രിക്സിലെ നമ്പർ ഓഫ് കോളംസും സെക്കൻഡ് മെട്രിക്സിലെ നമ്പർ ഓഫ് റോസും ഈക്വൽ ആണോ? അവിടെ ഈക്വൽ അല്ല അല്ലേ. അപ്പോൾ നമുക്കിവിടെ A² കാണാൻ പറ്റില്ല, പക്ഷെ നമുക്ക് B² കാണാൻ പറ്റും. അതാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഫസ്റ്റ് മെട്രിക്സിലെ നമ്പർ ഓഫ് റോസ് ഇൻറ്റു സെക്കൻഡ് മെട്രിക്സിലെ നമ്പർ ഓഫ് കോളംസ് ചെയ്തിരിക്കുന്നതാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ലാസ്റ്റ് കൊടുത്തിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ചെയ്ത് നോക്കുക. ചാപ്റ്റർ ഇങ്ങനെ പറയാനാണെങ്കിലും പഠിക്കാനാണെങ്കിലും വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ മാർക്ക് പോവാൻ ചാൻസ് ഉള്ള ഒരു ചാപ്റ്ററും കൂടിയാണ്. ഇതിൽ പ്ലസും മൈനസും സൈനും എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങൾ എക്സാം എഴുതാനായിട്ട്. മാർക്ക് പോകാൻ ചാൻസ് ഉള്ള ഒരു ചാപ്റ്ററാണ്. അപ്പോൾ വർക്കൗട്ട് ചെയ്ത് നോക്കാതെ എക്സാമിന് പോവരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റുഡ്. താങ്ക് യു.